ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ ചിന്നുവിനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് അർച്ചനയുടെ കാര്യങ്ങളാണ് വിജയ് ശങ്കർ അങ്ങനെ സംസാരിക്കുന്നത്. ഇതെല്ലാം ചന്ദ്ര കേൾക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രയും വിജയ് ശങ്കറും തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. ചന്ദ്ര, എന്തിനാണ് നിങ്ങൾ ചിന്നുവിൻ്റെയും അർച്ചനയുടെയും പിന്നാലെ പോകുന്നത്? ഇനി നിങ്ങൾ ചിന്നുവിനെ വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. കാരണം നിങ്ങളുടെ അഭിനയം കണ്ടും അടുത്തിട്ടാണ്. ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾക്ക് എന്നെയും മോളെയും ഇരയാക്കരുതെന്ന് അച്ഛനങ്ങനെ വെട്ടി തുറന്നു പറയുകയാണ്. എന്നാൽ വിജയ് ശങ്കർ ആണെങ്കിൽ തിരിച്ചൊരു മറുപടിയും പറയാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. നിങ്ങൾ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വിജയേട്ടൻ അർച്ചനയുടെ കാര്യത്തിൽ വലിയ താല്പര്യമാണല്ലോ കാണിക്കുന്നത്, ഇത് തടയിടാൻ എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം അർച്ചന അങ്ങനെ ദീപ്തിയോട് വന്ന് JK ആരാണെന്നുള്ള ആ ഞെട്ടിക്കുന്ന സത്യം അങ്ങനെ പറയാണ്. ഇത് കേട്ട് ദീപ്തിക്കാണെങ്കിൽ ഒട്ടും തന്നെ വിശ്വാസമാവുന്നില്ല. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഇതേ അവസ്ഥ തന്നെയാണ് ദീപ്തി, എനിക്കും JK ഉൾക്കൊള്ളാനാവുന്നില്ല. അയാളാണ് JK എന്നറിഞ്ഞ നിമിഷം ഞാനാകെ തകർന്നു പോയി. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ആരാധന പുരുഷനെ കണ്ടുമുട്ടിയത് ഒരു അവസ്ഥയിലായി പോയല്ലോ. ഇപ്പോഴും എനിക്കതിന്റെ ഷോക്ക് വിട്ടുമാറിയിട്ടില്ലെന്ന് അർച്ചന അങ്ങനെ ദീപ്തിയോട് പറയാണ്. പിന്നീട് അർച്ചന രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ദീപ്തിയോട് പറയുകയാണ്. JK ന്യൂനായി ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നതും അദ്ദേഹത്തെ വീട്ടിൽ നിന്നും ആട്ടിറക്കി വിട്ടതെല്ലാം അർച്ചന അങ്ങനെ ദീപ്തിയോട് തുറന്നു പറയുന്നുണ്ട്. എല്ലാം കേട്ട് ദീപ്തി പറയുന്നുണ്ട്, അർച്ചനെ നീ അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നല്ലോ ദീപ്തി, എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇന്നു പറഞ്ഞപ്പോഴാണ് സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞതെന്ന് അർച്ചന അങ്ങനെ സങ്കടത്തോട് പറയുന്നുണ്ട്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, അർച്ചനെ എങ്കിലും അയാൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്നങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയാൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ അങ്ങനെ ചെയ്തതിൽ എനിക്കൊരു വിഷമമുണ്ട്, അത്രയുള്ളൂ. മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത്, അയാളും അത്ര വലിയ തെറ്റല്ലേ എന്നോട് ചെയ്തത്. ആൾമാറാട്ടമല്ലേ നടത്തിയത്, ആൾമാറാട്ടം നടത്തി ആ വീട് വരെ വാടകയ്ക്ക് എടുത്തു. അതാണെന്ന് മറച്ചു വെച്ചുകൊണ്ട് അയാൾ നമ്മളെ എല്ലാവരും പറ്റിക്കുകയായിരുന്നില്ലേ. എന്ന എഴുത്തുകാരനെ ഞാൻ ഇപ്പോഴും ബഹുമാനിക്കുന്നു. പക്ഷേ എന്ന വ്യക്തിയെ എനിക്കിപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല ദീപ്തി. വലിയ സാഹിത്യകാരൻ ഒരു കുടിയനായിരുന്നു. വായിച്ച പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ ഒരു വ്യക്തിയുടെ തൂലികയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയൊരു ദുഃഖം തോന്നുന്നു എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, യാഥാർത്ഥ്യ ബോധത്തിലെത്താൻ നിനക്ക് കുറച്ച് സമയമെടുക്കും. നീ പറഞ്ഞതെല്ലാം വെച്ച് എനിക്കും അയാളാണ് JK എന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്ന് ദീപ്തി അങ്ങനെ പറയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, അയാൾ വലിയ സാഹിത്യകാരനൊക്കെ ആയിരിക്കും, പക്ഷേ ആൾമാറാട്ടം നടത്തി എന്നെ ചീറ്റ് ചെയ്ത് ആ വീട്ടിൽ താമസിക്കാമെന്ന് അയാൾ കരുതണ്ട. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് എന്ത് തീരുമാനം എടുത്തോളാനാണ് എന്റെ അനിയന്മാരെന്നോട് പറഞ്ഞത്. എനിക്ക് ഇനിയൊരിക്കലും ആ വീട്ടിൽ താമസിക്കണ്ട, അയാളെ ഞാൻ വീടൊഴിപ്പിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് അർച്ചന അങ്ങനെ ആകെ ഡെസ്പായി കൊണ്ട് ബാഗും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ദീപ്തിയാണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അയാൾ ശരിക്കും JK തന്നെയാണോ? എത്രയും ആലോചിച്ചിട്ടും അയാളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. ഇനിയിപ്പോ അർച്ചന വീടൊഴിപ്പിക്കാൻ പോയാൽ വീണ്ടും അയാളും അർച്ചനയും തമ്മിൽ വഴക്കാവും എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ഇപ്പോൾ ഊണിലും ഉറക്കത്തിലും അർച്ചനയുടെയും JKയുടെയും കാര്യമാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ JKയും അർച്ചനയും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തുമെന്നാണ് വിജയ് ശങ്കർ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു വഴി മാത്രമേ ഉള്ളൂ, മധുബാല. എങ്ങനെയെങ്കിലും മധുബാലയുടെ നമ്പർ കണ്ടെത്തിയാൽ മാത്രമേ ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ എന്നൊക്കെ വിജയ് ശങ്കർ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രവിശങ്കർ വക്കീൽ വരുന്നത്. രവിശങ്കർ അങ്ങനെ വിജയ് ശങ്കറിനോട്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പോ ആ വക്കീലിനോട് ദേഷ്യപ്പെടുകയാണ്. തന്നെയൊക്കെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇതുവരെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തോ? ആ മധുബാലയുടെ കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു, എന്നിട്ട് ഇത്രയും നേരമായിട്ട് കണ്ടുപിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രവിശങ്കർ അപ്പൊ പറയുന്നുണ്ട്, സാർ അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. മധുബാലയുടെ കോണ്ടാക്ട് എനിക്ക് കിട്ടി, ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആദ്യം അവർക്ക് സംസാരിക്കാൻ മടിയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ജയശങ്കറിന്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവര് സംസാരിക്കാൻ തയ്യാറായി. അർച്ചനയുടെ കാര്യം ചോദിച്ചപ്പോഴേക്കും അവർക്ക് ആകെ ദേഷ്യം വന്നു. എങ്കിലും അവരെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. വിജയ് ശങ്കർ സാറിനോട് നേരിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞെന്നൊക്കെ രവിശങ്കർ അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. വിജയ് ശങ്കറിന് അത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കർ രവിശങ്കറിനോട് പറയുന്നുണ്ട്, എന്തായാലും മധുബാലയോട് ഇങ്ങോട്ടേക്ക് വരണ്ട, പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേക്ക്. ഇവിടെ ദീപ്തിയും വസുവൊക്കെ ഉള്ളതിനാൽ അച്ഛനയ്ക്ക് വേണ്ടി അവർ ചാരപ്പണി നടത്തും, അതേതായാലും നമുക്ക് ഒഴിവാക്കാമെന്ന് വിജയ് ശങ്കർ അങ്ങനെ രവിശങ്കറിനോട് പറയുന്നുണ്ട്. അതിനുശേഷം വുമൻസ് ക്ലബിലെ ലാലി എന്ന സ്ത്രീ ചന്ദ്രയെ കാണാൻ
കാണാനായി ചന്ദ്രകാന്തത്തിൽ എത്തുന്നുണ്ട്. അച്ചു പോസ്റ്റിംഗ് കിട്ടി ഈ നാട്ടിലേക്ക് വരുന്ന കാര്യം സംസാരിക്കാൻ തന്നെയാണ് ചന്ദ്ര ലാലിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അച്ചു പോസ്റ്റിംഗ് കിട്ടി ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്നും അതിനാൽ നമുക്ക് നല്ലൊരു സ്വീകരണം അച്ചുവിന് കൊടുക്കണമെന്നും സ്വീകരണത്തിന് വേണ്ടി ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരു VIP തന്നെ കൊണ്ടുവരണമെന്നൊക്കെ ചന്ദ്ര അങ്ങനെ ലാലിയോട് പറയാണ്. ലാലിയപ്പ പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോ ഇവിടെ ആര് വരാനാണ്, നമ്മളെ കൊണ്ട് അതിന് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രയും രുക്കുവും പറയുന്നുണ്ട് അതെല്ലാം സാധിക്കും. പ്രശസ്ത സാഹിത്യകാരൻ JK തന്നെ നമുക്ക് കൊണ്ടുവരാം. ഞങ്ങൾക്കറിയുന്ന ഒരു വീട്ടിലാണ് അദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത്. MLA PA വഴി JK സാറിനെ പരിപാടിക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ നമുക്ക് JK നേരിട്ട് ക്ഷണിക്കാനായി പോവാം. അത് വെച്ച് നീട്ടണ്ടെന്ന് ചന്ദ്ര അങ്ങനെ ലാലിയോട് പറയാണ്. ലാലിയപ്പ പറയുന്നുണ്ട് ശരി അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോഴാന്ന് പറഞ്ഞാൽ മതി നമുക്ക് JK കാണാൻ പോവാമെന്ന് ലാലി അങ്ങനെ ചന്ദ്രയോട് പറയാണ്. രുക്കു അപ്പോ ലാലിയോട് പറയുന്നുണ്ട് ചേച്ചി ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. അച്ചു ഇവിടെ ഇൻസ്പെക്ടർ ആയാൽ ചേച്ചിക്കും എല്ലാവർക്കും തന്നെ നല്ലൊരു സഹായമായിരിക്കും. അച്ചു ഞങ്ങൾ പറയുന്നതേ കേൾക്കൂ, ഇവിടെയാണല്ലോ അച്ചുവിന്റെ താമസം, അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നൊക്കെ രുക്കു അങ്ങനെ ലാലിയോട് പറയുകയാണ്. അതിനുശേഷം JK കാണാനായി അർച്ചന മേനോൻ സാറിന്റെ വാടക വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അർച്ചനയെ കാണുന്നതും അപ്പച്ചൻ പുറത്തേക്ക് വന്ന് അർച്ചനയോട് പറയുന്നുണ്ട് മേഡം എന്താണ് ഇപ്പൊ വന്നത്, JK സാറിനെ കാണാനാണോ? സാറിനെ ഇപ്പൊ കാണാൻ കഴിയില്ല, സാർ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സാറിനെ ബുദ്ധിമുട്ടിക്കാനായി കഴിയില്ല, മേഡം പോയി നാളെ വരൂ എന്ന് പറയാണ്. എന്നാൽ അർച്ചന പറയുന്നുണ്ട് നിങ്ങളുടെ സാറിന്റെ സൃഷ്ടി എന്താണെന്നൊക്കെ എനിക്കറിയാം, എന്തായാലും ഞാൻ നിങ്ങളുടെ JK സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അകത്ത് കയറി ഇരിക്കുകയാണ്. ഫോൺ അവിടെ ടേബിളിൽ അങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ പാപ്പച്ചനും അർച്ചനയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് JK മദ്യപിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന് ആരാടാ എന്റെ വീട്ടിൽ വന്ന് ഹളം വെക്കുന്നതെന്നൊക്കെ JK അങ്ങനെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അർച്ചനയെ കാണുന്നത്. പിന്നീട് JK ചോദിക്കുന്നുണ്ട് അർച്ചനയോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ന്യൂവിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് നിങ്ങൾ വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഒരുപാട് അപമാനിച്ചു ആട്ടിയിറക്കി വിട്ടു, അതിനെല്ലാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോറിയാണ്. വീട്ടിൽ വന്നപ്പോൾ ആളറിയാതെ നിങ്ങളെ ഞാൻ അപമാനിച്ചു, ഇതിനെല്ലാം ഞാൻ വളരെ ബഹുമാനത്തോടെ നിങ്ങളോട് സോറി പറയുന്നു എന്ന് അർച്ചന അങ്ങനെ JKയോട് പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് JK പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ എന്നോട് സോറി വന്ന് പറഞ്ഞത്, പക്ഷേ നിങ്ങൾ എന്നോട് സോറി പറയണ്ട, കാരണം മുന്നേ എന്നെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്നെ ചെയ്തിട്ടും പറഞ്ഞിട്ടുമുണ്ട്, അതുകൊണ്ട് ഈ കാരണം കൊണ്ട് എനിക്ക് ഒട്ടും തന്നെ വിഷമമുണ്ടായിട്ടില്ല, എന്നൊന്നും പറയാത്ത സോറി ഇന്നെനിക്ക് ആവശ്യമില്ലെന്ന് JK അങ്ങനെ തുറന്നു പറയാണ്. JK എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഇതിനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഓക്കെ ശരി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നിങ്ങളിപ്പോ പോവൂ, എനിക്കൊന്ന് നന്നായി ഉറങ്ങണമെന്ന് അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ വീട് ഒഴിയണം, ആൾമാറാട്ടം നടത്തിയല്ലേ നിങ്ങൾ ഈ വീട് കയ്യേറിയത് എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ആൾമാറാട്ടം നടത്തിയെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്, JK എന്ന വ്യക്തിക്കല്ലേ നിങ്ങൾ ഈ വീട് കൊടുത്തത്, ആ വ്യക്തിയാണ് ഞാൻ, പിന്നെ എങ്ങനെ ആൾമാറാട്ടം നടത്തും, ആരാണെന്ന് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ആരാണെന്ന് പറയാതിരുന്നത്, എന്റെ മൗലിക അവകാശമാണ്, പക്ഷേ വീട് ഞാൻ വാടകയ്ക്കെടുത്തപ്പോൾ ഞാൻ JK ആണെന്ന് നിങ്ങളോട് പറയാതിരുന്നിട്ടില്ല, ഇത് മാത്രമല്ല വീടൊഴിയാൻ പറയേണ്ടത് നിങ്ങളല്ല, ഈ വീടിന്റെ ഓണറാണെന്ന് JK അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഈ വീടൊഴിയണം, പിന്നെ മേനോൻ സാറ് ഈ വീടൊഴിയാൻ പറയില്ല, കാരണം അതിന്റെ അധികാരം തന്നിരിക്കുന്നത് എനിക്കാണ് എന്ന് അർച്ചന പറയുമ്പോൾ JK പറയുന്നുണ്ട് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി വീടൊഴിയുന്ന പ്രശ്നമില്ല, എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ഈ വീടൊഴിയുള്ളൂ എന്ന് JK അങ്ങനെ പറയുമ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഈ വീട് ഒഴിഞ്ഞു തരണം, വാടക കരാറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം, അഡ്വക്കേറ്റ് അർച്ചന ദേവിയാണെങ്കിൽ ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കും. അർച്ചന പറയുമ്പോൾ JK പറയുന്നുണ്ട് ഞാൻ JK ആണ്, ഈ JK വീടൊഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് നോക്കുക എന്ന് പറയാണ്. അർച്ചനയാണെങ്കിൽ JKയോടുള്ള ദേഷ്യത്തിൽ ഫോൺ എടുക്കാൻ മറന്നുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പച്ചനാണെങ്കിൽ JKയോട് പറയുന്നുണ്ട് അർച്ചന മേഡത്തെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചു വിടണ്ടായിരുന്നു, അവര് നിയമത്തിന്റെ വഴിക്ക് പോകുന്ന ആളാണെന്നൊക്കെ പാപ്പച്ചൻ അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട് താൻ എന്താടോ എന്നെ പേടിപ്പിക്കുകയാണോ, എനിക്ക് നിയമമൊന്നും വലിയ കാര്യമല്ല, ഇതെല്ലാം ഞാൻ
ഞാൻ കുറെ നേരിട്ടതാണ്. ഞാൻ ആകെ മൂഡ് ഓഫ് ആണ്. എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കയറ്റരുതെന്ന് പറഞ്ഞ് ജെകെ അങ്ങനെ കിടക്കാനായി പോവുകയാണ്. അച്ഛനെയാണെങ്കിൽ ഫോൺ എടുക്കാതെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രയും ലാലിയും കൂടി ജെകെയെ കാണാനായി വരുന്നത്. അച്ഛനെ കാണുന്നതും ചന്ദ്ര പറയുന്നുണ്ട്, ലാലി വണ്ടിയൊന്ന് നിർത്ത്, എന്തായാലും അർച്ചനയ്ക്ക് ഒരു ഡോസ് കൊടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തിക്കൊണ്ട് അർച്ചനയുടെ അടുത്തേക്ക് പോവുകയാണ്. അർച്ചനെ, നീ വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലേ? ഇവന്റെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയി, ഇനി പോസ്റ്റിംഗ് ആണ്. ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടാനായിട്ട് വിജയേട്ടൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. ഇനിയിപ്പോ ഏത് സമയത്തും അച്ചു ഇവിടുത്തെ ഇൻസ്പെക്ടറായി ചാർജ് എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അച്ചുവിനൊരു സ്വീകരണം കൊടുക്കാനായി പോവാണ്. എന്ന കാര്യം അച്ചു അമ്പാട്ടിലെ ആരെയും അറിയിച്ചിട്ടില്ലാലേ? നിന്റെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ചെയ്യാനാണ് അവന് നിങ്ങളെ ഒന്നും അറിയിക്കാൻ തോന്നാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ പിടിച്ചു നിർത്തിയതിന്റെ കാര്യം ഞാനിപ്പോ പറയാമെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ അർച്ചനയോട് ആ കാര്യം അങ്ങനെ തുറന്നു പറയാനായി പോവുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.